ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മനുഷ്യരുടെ ഹൃദയവിചാരങ്ങൾ അറിയുന്ന കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളും അങ്ങേക്ക് വേണ്ടിയായിത്തീരാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ രോഗത്തിൻ്റെയും തകർന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെയും ഈശോയെ ഈ തിരുവചന ധ്യാന സമയത്ത് നിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് തളർവാദ രോഗിയെയും കുഷ്ഠരോഗിയെയും അന്ധനെയും ബധിരനെയും ഒക്കെ തൊട്ട് സുഖപ്പെടുത്തിയതുപോലെ അങ്ങ് ഞങ്ങളെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളുടെ പാതകൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി തീരട്ടെ. ആമേൻ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 8, 42 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ പോകുമ്പോൾ ജനങ്ങൾ ചുറ്റും കൂടി അവനെ തിക്കിയിരുന്നു. അപ്പോൾ 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. യേശു ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? ആരും മിണ്ടിയില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കുകയാണല്ലോ. യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു. എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. മറയ്ക്കാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന് അവൻ്റെ കാൽക്കൽ വീണ് താൻ അവനെ എന്തിനു സ്പർശിച്ചു എന്നും എങ്ങനെ പെട്ടെന്ന് സുഖമാക്കപ്പെട്ടു എന്നും എല്ലാ ജനങ്ങളുടെയും മുമ്പാകെ പ്രസ്താവിച്ചു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, തിരുവചന ധ്യാനത്തിൽ പ്രധാനപ്പെട്ടത് ചില കഥാപാത്രങ്ങളെ അനലൈസ് ചെയ്യുക എന്നതുകൂടിയാണെന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്തമായ ഒരുപാട് കഥാപാത്രങ്ങൾ കൊണ്ട് സംക്ഷിപ്തമായിട്ടുള്ള സമ്പന്നമാണ് ഈ തിരുവചനം അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം. വൈഡ് വെറൈറ്റി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരുപാട് വ്യത്യസ്ത മേഖലകളിലുള്ളവരെ നമ്മൾ ഈ സുവിശേഷ ഭാഗങ്ങളിൽ നിന്നും പഴയ നിയമങ്ങളിൽ നിന്നുമൊക്കെ കണ്ടെത്തുന്നുണ്ട്. എത്ര സാധ്യതകളാണ് സുവിശേഷം നമ്മുടെ മുൻപിൽ വെച്ച് വിളമ്പുന്നത്. സാധ്യതകളുടെ സന്നിധാനമാണ് ഒരുപക്ഷെ ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. സാധ്യതകളുടെ സന്നിധാനമാണ് പ്രപഞ്ചം എന്ന് പറയുന്നതിനേക്കാൾ തീവ്രതയുണ്ട് ഇതിലെ ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ഓരോ അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത്. എന്തായാലും ഇന്ന് ഈ ഒരു തിരുവചന ഭാഗത്തിൽ കുറച്ച് കഥാപാത്രങ്ങളെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി അത് എൻ്റെ ജീവിതവുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. ഏതാണ്ടൊരു 4 കഥാപാത്രങ്ങളെങ്കിലും ഇന്നത്തെ ഈ ഒരു തിരുവചന വ്യാഖ്യാനത്തിൽ നമുക്ക് കൊണ്ടുവന്ന് ധ്യാനിക്കാനുള്ള കഥാപാത്രങ്ങളുണ്ട്. അത് ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ജനക്കൂട്ടത്തിൻ്റെ ചില വിചാരങ്ങളാണ്. ആരാ ജനക്കൂട്ടം, അവരുടെ എന്തായിരുന്നു അവരുടെ പ്രത്യേകതകൾ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിലെ ലൂക്ക സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ളത് ഒരു ഡോമിനേറ്റിംഗ് ഫിഗർ എന്ന് പറയുന്ന രീതിയിൽ പത്രോസ് എന്ന് പറയുന്ന കഥാപാത്രം ഈ സുവിശേഷത്തിലെ 1-2 വാചകങ്ങൾ ക്രിസ്തുവിൻ്റെ മുൻപിൽ വെച്ച് വിളമ്പുന്നുണ്ട്. മൂന്നാമത്തെ ഒരു പാവം സ്ത്രീയുടെ ഒരുപാട് വ്യാകുലങ്ങൾ ഉള്ളിൽ ഒതുക്കിയ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ ചില വിചാരങ്ങളുണ്ട് ഈ സുവിശേഷ ഭാഗത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാനും നമ്മുടേതാക്കി ഒരുപക്ഷെ മാറ്റിയെടുക്കാനും ഒക്കെ ഉള്ളത്. നാലാമത്തേത് ഒരുപക്ഷെ അത്ഭുതങ്ങളുടെ നിറസൂര്യൻ എന്ന് പറയുന്ന ക്രിസ്തു എന്ന് പറയുന്ന ആ കഥാപാത്രത്തിൻ്റെ ചില ക്വാളിറ്റികളാണ്. ഈ ഏതാണ്ട് ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ധ്യാനിക്കാനുള്ളത് ഏറ്റവും കൂടുതൽ ആരാണ് എന്നെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നത്, ആരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി ഞാൻ ആരായിട്ടാണ് മാറേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ്. ഒന്ന് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ആ ജനക്കൂട്ടത്തിൻ്റെ ചില വിചാരങ്ങൾ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിത വഴികളിൽ ഒരുപക്ഷെ നമ്മൾ ബോധപൂർവം അല്ലെങ്കിലും ബോധപൂർവം അല്ലാതെയൊക്കെ സൂക്ഷിക്കുന്ന ചില വിചാരങ്ങൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ പറയുന്നുണ്ട്. ജനക്കൂട്ടത്തിൻ്റെ ചില വിചാരങ്ങൾ. എന്താ ജനക്കൂട്ടത്തിന് സംഭവിച്ചത്? ഒരിക്കലും ഈ സുവിശേഷ ഭാഗത്തിൽ പറയണില്ല ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന മനുഷ്യരാ ജനക്കൂട്ടം. അവനെ തിക്കിയും തിരക്കിയും പോയി എന്നൊക്കെയാണ് ലൂക്ക സുവിശേഷങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. തൊടുന്നുണ്ട്, അവനെ സ്പർശിച്ച് അറിയുന്നുണ്ട്, അവൻ്റെ കൂടെ ചേർന്ന് നിന്ന് തൊട്ടുരുമിയൊക്കെ നടക്കുന്ന
ഒരു പച്ച മനുഷ്യരെന്നാണ് സുവിശേഷത്തിൽ പറയുന്നത്. എന്നിട്ട് നമ്മൾ ഒരു വായന ഇങ്ങനെ വായിക്കുന്നില്ല. ആ ജനക്കൂട്ടത്തിന് മുഴുവൻ കർത്താവ് അത്ഭുതം കൊടുത്തു, അവരുടെ ഹൃദയങ്ങളെ മുഴുവൻ കർത്താവ് ജ്വലിപ്പിച്ചു എന്ന തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ല. ഒരുപക്ഷെ നമുക്ക് സംഭവിക്കുന്ന ഒരു ദുർഗതി ഈ ആദ്യത്തെ ഒരു വിചാരവുമായി ബന്ധപ്പെട്ടതാണ്. ജനക്കൂട്ടത്തിൻ്റെ ചില ഏതൊക്കെയോ അടരുകൾ ഞാനും നിങ്ങളൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ ഒരു വചനധ്യാനം കേൾക്കുന്നവർ ഒരുപക്ഷെ ആത്മീയമായ മനുഷ്യരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നവരാ. അല്ലെങ്കിൽ ആരാ ഇത്രയധികം ചാനലുള്ളതിൻ്റെ ഇടയിൽ ശാലോൺ TV സെലക്ട് ചെയ്ത് കാണുക എന്നുള്ളത്, അതൊരു കുറച്ചെങ്കിലും ഒരു ധ്യാനത്തിൻ്റെ ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാ. വചനം തിരുവചനം എന്ന് പറയുന്ന പ്രോഗ്രാം കാണുന്ന നല്ലവരായ നമ്മൾ. ഒരുപക്ഷെ ഇത് ക്രിസ്തുവിൻ്റെ ചില ശൈലികളുമായിട്ട് ബന്ധപ്പെട്ടാണോ ഞാൻ വായിച്ചെടുക്കുന്നത് എന്ന് ഒന്ന് ചിന്തിക്കേണ്ടത് നല്ലതാണ്. അത് പ്ലാറ്റോണിക്കൽ ഫിലോസഫിയുടെ ഒരു ഭാഗമൊക്കെ ആയിട്ട് പ്ലാറ്റോണിസമായിട്ട് ബന്ധപ്പെട്ട് പ്ലേറ്റോ പറയുന്ന ചില വാചകങ്ങൾ ഒരുപക്ഷെ ഈ മോബ് സൈക്കോളജിയിൽ നമ്മൾ കാണുന്നുണ്ട്. അതെന്താ? ഒരു ഐഡിയൽ വേൾഡിൽ ജീവിക്കുന്ന ഗ്രൂപ്പാണ് ഈ ജനക്കൂട്ടം എന്നുള്ളത്. ഐഡിയൽ വേൾഡ് ഒരു കാര്യവും അതിൻ്റെ റിയാലിറ്റിയിൽ കൊണ്ടുവരാതെ ക്രിസ്തു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചു പോകുന്ന ഒരു കൈൻഡ് ഓഫ് ഫാസിനേറ്റഡ് വേൾഡിൽ ജീവിക്കുന്ന ചില മനുഷ്യർ. ചിലപ്പോഴൊക്കെ ഞാനും നിങ്ങളുമൊക്കെ ആ ഒരു ഗതിയിൽ പോകുന്നുണ്ട്. എന്നും വിശുദ്ധ ബലിക്ക് പോകുന്നവരുണ്ട്. ഒരു റുട്ടീനായിട്ട് പോകുന്നവർ 6 മണിക്ക് 5 മണിക്ക് എഴുന്നേറ്റ് 5:30 വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി 6 മണിക്ക് കുർബാന കാണുന്നു, അർപ്പിക്കേണ്ടതിന് പകരം കണ്ട് 6:30 ആകുമ്പോൾ ഇറങ്ങിപ്പോകുന്നവർ 7 മണിക്ക് പോയി പിന്നെ അവരവരുടേതായ ജീവിത വഴികളിലൂടെ പോകുന്ന ഒരു പറ്റം മനുഷ്യർ. ക്രിസ്തുവിനെ തൊടാതെ അവനറിയാതെ പോയത്, അവൻ്റെ പ്രസംഗം കേട്ടവർ ആയിരക്കണക്കിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ശിഷ്യരായവർ എത്രയാണ്? 12 പേര്. അതിലും ക്രിസ്തു ചേർത്ത് പിടിച്ചത് എത്രയാണ്? 3-4 പേര്. അതിലും ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ട് ക്രിസ്തു യോഹന്നാനെയൊക്കെ എടുത്തു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്താ? അവർ ഐഡിയൽ വേൾഡിൽ ജീവിക്കുന്നവരാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കേണ്ടത് ഈ ജനക്കൂട്ടത്തിൻ്റെ ഈ ഒരു ഐഡിയൽ വേൾഡിൽ ജീവിക്കുന്നവരാകാതിരിക്കാൻ പറ്റുമോ എന്ന് മാത്രം ഈ സമയത്തൊന്ന് ചിന്തിച്ചേ. കുറേയും കൂടി കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ എനിക്ക് നേരിടാനായിട്ട് പറ്റുമോ? ക്രിസ്തു ആരാ, അവൻ്റെ ദൗത്യങ്ങൾ എന്താ എന്നൊക്കെ അറിഞ്ഞ് അവൻ്റെ കൂടെ പോകാൻ പറ്റുമോ? അതല്ലാതെ ആരോ പറഞ്ഞ പോലെ എല്ലാവരും കൂടി അങ്ങോട്ടാ പോകുന്നേ, അവിടെ പായസം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പം നീ എന്തിനാ പോണേ, ഇനിയിപ്പോൾ അവിടെ കൊടുത്താലോ എന്ന് ചോദിക്കുന്ന രീതിയിൽ വെറുതെ ഒരു ഒഴുക്കിന് പോകുന്ന ജീവിതശൈലിയുള്ള കുറേ മനുഷ്യരായിട്ട് എന്തിനാ ഈ ജീവിതം നമ്മൾ വെറുതെ പാഴാക്കി കളയുന്നത്? സ്നേഹമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇന്നു മുതൽ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ തലത്തിലേക്ക് പ്ലാറ്റോ പറയുന്ന പോലെ ഐഡിയൽ വേൾഡിൽ നിന്ന് റിയൽ വേൾഡിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ പറ്റുമോ? മാർക്സ് പറയുന്ന സുന്ദരമായൊരു വാക്കുണ്ട്. ഒരുപക്ഷെ ഒരു മാർക്സിസ്റ്റിൻ്റെ ചായ്വുണ്ടെങ്കിൽ കൂടി പറഞ്ഞു വയ്ക്കുന്ന ഒരു നല്ല വാചകമുണ്ട്. റിയൽ മാൻ ആൻഡ് എക്സിസ്റ്റിംഗ് മാൻ എന്നുള്ളതാണ്. എക്സിസ്റ്റിംഗ് മാൻ എന്ന് പറയുന്നത് ഒരു അധികം ബോധമില്ലാതെ ഇങ്ങനെ പോകുന്ന ഒരു എക്സിസ്റ്റിംഗ് നമ്മളൊക്കെ ആയിരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷേ എന്താണ് ദ ജെന്യുവൻ നേച്ചർ എന്നുള്ളത്? നമുക്ക് എന്താണ് ദ റിയൽ മാൻ എന്നുള്ളതാണ്. അതായത് പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥയുണ്ട്, അത് റിയൽ മാനാണ്. ഈ ഒരു റിയൽ മാനായിട്ട് തീരാനുള്ള ഓർമ്മപ്പെടുത്തലുകളുണ്ട് ഈ ജനക്കൂട്ടം ക്രിസ്തുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ജനക്കൂട്ടത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഐഡിയൽ വേൾഡിൽ നിന്ന് എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമോ? ഈശോയോട് ധ്യാനിച്ച് ഈശോയോട് പറയുകയാണെങ്കിൽ ഈശോയ്ക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്തത് ഏതാ? അതൊന്ന് കണ്ടറിഞ്ഞ് അങ്ങനെ ചില എലമെൻറ്റുകൾ ഉണ്ടെങ്കിൽ ഈ കാണുന്നതിനേക്കാളൊക്കെ വിട്ട് ഒരു ലോകം ഉണ്ടെന്ന് കണ്ടെത്താൻ ആദ്യത്തെ വിചാരം നമ്മളെ തീർച്ചയായിട്ടും ശക്തിപ്പെടുത്തണം. ഇനി രണ്ടാമത്തേത് ആരാ? അത് രണ്ടാമത്തെ ഒരു കഥാപാത്രം തീർച്ചയായിട്ടും ഈ പത്രോസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, സെൻട്രൽ ഫിഗർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറേ പേര് ചോദിച്ചു, കുറേ പേരോടായിട്ട് ക്രിസ്തു ഒരു ചോദ്യം ചോദിക്കുക, ആരെങ്കിലും എന്നെ തൊട്ടോ? ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാന്നുള്ളത് സ്വാഭാവിക. പക്ഷെ എന്താണ്ടാവണേ? ആ ജനക്കൂട്ടം ഒന്നും പറഞ്ഞില്ല എന്ന തിരുവചനം പറയണം. ആരും ഒന്നും മിണ്ടിയില്ല. ചിലപ്പോഴൊക്കെ അങ്ങനെയല്ലേ, ഒരാളെങ്കിലും ഒന്ന് എന്നോട് മിണ്ടിയിരുന്നെങ്കിലും എന്നൊക്കെ ഓർക്കുന്ന ചില സങ്കട രാവുകളില്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ? എല്ലാവരും എനിക്കെതിരാകുമ്പോഴും നീയെങ്കിലും ഒന്നും മിണ്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ അതിനുവേണ്ടി കൊതിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ. ഇത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നണില്ലേ, ആരെങ്കിലും ഒരാൾ എന്നെ ഒന്ന് പേഴ്സണലായിട്ട് എല്ലാവരും എനിക്കെതിരെ നിൽക്കുമ്പോഴും സാരില്ലടോ എന്ന് പറഞ്ഞു നിൽക്കാനുള്ള ഒരു ബലം കിട്ടുന്നവർ, ഒന്ന് സംസാരം കൊണ്ടെങ്കിലും ഒന്ന് കണ്ടെത്തുന്നത്. പത്രോസിന് ഈ ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് നമ്മൾ ഈ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. എല്ലാവരും മിണ്ടാതിരുന്നപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ഈശോ ആരാ നിന്നെ തൊടാത്തെ? ഒരു പക്ഷേ വളരെ പ്ലീസിങ് ആയിട്ടുള്ള പക്ഷേ ക്രിസ്തുവിന് പോലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ്. ക്രിസ്തുവിന് എല്ലാം അറിയാം, പക്ഷെ അവൻ എന്ത് ചെയ്യുക? പത്രോസിന് തന്നെ ഒരു പക്ഷെ നോക്കിയിട്ടുണ്ടാവും. ഒരു നോട്ടത്തിൻ്റെ ചില തിയോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ദിവസങ്ങളിൽ വായിച്ചതുപോലെ ക്രിസ്തു അവനെ ആ കീഴടക്കിയത് എങ്ങനെയാണ്? അവൻ്റെ ഈ ഒരു വാക്ക് പറഞ്ഞു കേട്ടപ്പോൾ പക്ഷേ ക്രിസ്തുവിൻ്റെ മനസ്സലിഞ്ഞുണ്ടാവും. കുറച്ച് നേരം അവനിങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും. ചില സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ഈ കാമുകന്മാർ കുറേ നേരം സംസാരിക്കില്ല എന്ന് പറയണം. പരസ്പരം കുറേ നേരം കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അവസ്ഥ. പക്ഷേ ക്രിസ്തു ഇത് ചെയ്തിട്ടുണ്ടാവണം. കാരണം എന്തുകൊണ്ടാണ്? അവൻ ഈ ഒരു വാചകം അവനിങ്ങനെ ഉരുവിട്ടു എന്നുള്ളത്.
സ്നേഹമുള്ളവരെ, ഈ ഒരു പത്രോസിൻ്റെ ക്വാളിറ്റി എനിക്ക് നിങ്ങൾക്കൊന്ന് സൂക്ഷിക്കാൻ പറ്റുമോ? എല്ലാവരും എതിരാകുമ്പോഴും ഒന്നും പറയാത്ത സമയത്ത് പോയിട്ട് ഒന്ന് നമുക്കൊരു ആശ്വാസത്തിൻ്റെ ചില വാചകങ്ങൾ പറയാൻ പറ്റുമോ? അധികം നേരമൊന്നും വേണമെന്നില്ല. എനിക്ക് സെമിനാരിലുള്ള ഏറ്റവും സന്തോഷം എന്താ, എല്ലാവരും ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കാര്യത്തിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത്, റക്ടച്ചൻ പോലും വഴക്കൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത്, ഈശോ എനിക്ക് ആരും ഇല്ലയെന്ന് തോന്നുന്ന സമയത്ത് എനിക്ക് ഉറപ്പാണ് അന്ന് സെമിനാറിലേക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ട് എന്നെ ഫോൺ ചെയ്തിട്ടുണ്ടാവും. ഫോൺ ചെയ്തിട്ട് സ്റ്റാഴ്സ് എന്നെക്കുറിച്ച് ഞാൻ ഈ ദിവസങ്ങളിൽ ഓർക്കുന്നുണ്ടല്ലോടാ, എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച് അതിനുശേഷം ഞാൻ അധികം സംസാരിക്കണമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവൻ എന്നോട് ഇങ്ങനെ എന്തായാലും കുഴപ്പമില്ലടാ, പൗരോഹിത്യം എൻ്റെ അത്രയ്ക്കൊന്നും വേറെ ആരും വരില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ചില കഥാപാത്രങ്ങൾ ഓർക്കണം. ഞാനും എനിക്കും നിങ്ങൾക്കൊക്കെ ചെയ്യാനുള്ള ഒരു ദൗത്യം എന്നുള്ളത് ആരും മിണ്ടാത്തെടുത്ത് ഒന്ന് മിണ്ടി ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുമോ? ചില സംസാരങ്ങൾ കൊണ്ട് അനേക ഹൃദയങ്ങളെ കീഴടക്കാൻ പറ്റുമോ? ചിലരോട് നമുക്ക് സംസാരിക്കാനേ തോന്നാറില്ല, മറ്റു ചിലരോടോ സംസാരിച്ച് കൊതി തീരാറുമില്ല. ഇന്നു മുതൽ സംസാരത്തിൻ്റെ ഒരു പുതിയ നവ്യലോകം ഉണ്ടാവണം. ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ജനങ്ങൾ കൊതിച്ചത് എന്തുകൊണ്ടാണ്? അത് തേൻ പോലെ അവൻ്റെ വാക്കുകൾ വന്നു എന്ന് പറയണത്. ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്കും എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുക്കാനായിട്ട് ക്രിസ്തുവിന് പറ്റിയെന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താ? വേണ്ടത് കൊടുക്കണില്ല. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, പക്ഷെ ആവശ്യമുള്ളതാണോ കൊടുക്കണേന്ന് മാത്രമേ നമുക്ക് സംശയമുള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ, നല്ല വെയിൽ അനുഭവിക്കുന്ന സമയത്തല്ലേ AC ആവശ്യമുള്ളൂ? ആരെങ്കിലും ഹിമാലയത്തിൽ അല്ലെങ്കിൽ അത്രയും തണുപ്പുള്ള മഞ്ഞുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആരെങ്കിലും AC കൊണ്ടുപോകുമോ? ഇല്ല. AC കൊണ്ടുപോയിക്കുന്നത് എവിടെയാണ്? അത്രയും ചൂടുള്ള സമയത്ത് നമുക്കതിൽ നിന്നൊരു റിലാക്സേഷൻ കിട്ടാനാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ല, ഇത്രയും ശീതീകരിച്ച അവസ്ഥയ്ക്ക് ആവശ്യമുണ്ടോ ജീവിതത്തിൽ? ഇല്ല. അപ്പോൾ ഈ ഏതാണോ ആവശ്യം അത് കണ്ടറിഞ്ഞ് കൊടുക്കുന്ന രീതിയിലേക്ക് പത്രോസ് മാറിയതുപോലെ മാറാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഒരു 2ാമത്തെ ഘട്ടത്തിൽ. ഈ 3ാമത്തെ ഘട്ടം ഏതാ? അത് പാവം ആ സ്ത്രീയുടെ ചില അവസ്ഥകളാണ്. എന്താ, 12 വർഷമായിട്ട് അവൾ രോഗിയായിരുന്നു എന്നാണ് പറയണത്, രോഗിണിയായിരുന്നു എന്നാണ് പറയണത്. ലൂക്കാസ് സുവിശേഷം നമുക്കറിയാം, ഒരു ഭിഷഗ്വരനാണ്. ഒരു ശരീരത്തിൽ എന്തൊക്കെ പോറലുണ്ടെന്ന് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ പേരാണ് ഒരു ഭിഷഗ്വരൻ, നല്ലൊരു ഭിഷഗ്വരൻ. ആ ഭിഷഗ്വരനാണ് ഈ ഒരു ഭാഗം എഴുതിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അറിയാം 12 വർഷമായിട്ട് ഒരു സ്ത്രീ അനുഭവിച്ചു കൊണ്ടുപോകുന്ന വേദനകൾ. ദിവസങ്ങളിലൊരു എയ്ഡ്സ് രോഗിനെ പരിചയപ്പെടുമായിരുന്നു. അദ്ദേഹം പറയായിരുന്നു, അച്ഛാ എൻ്റെ ഈ രോഗം ഒന്ന് പറയാനെങ്കിലും എനിക്ക് പറ്റും, ഞാൻ കാരണം വന്നതല്ല. ഒരു പാവം സ്ത്രീയാണ്, 32 വയസ്സായിട്ടുള്ള ഒരു പാവം പെണ്ണാണ്, ഒരു പാവം സ്ത്രീ. ആ സ്ത്രീക്ക് കിട്ടിയത് സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടിയ ഒരു അസുഖം. അത് എന്നിട്ട് പറയാ, അച്ഛൻ ഞാൻ ഈ ഒരു കാര്യം എങ്ങനെയാണ് ആൾക്കാരുടെ മുമ്പിൽ ഫേസ് ചെയ്യുക, ചെയ്യാത്ത തെറ്റിനല്ല ഞാൻ അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞിട്ട് ആ പാവം സ്ത്രീ കരയുമ്പോൾ സ്നേഹമുള്ളവരെ സക്രാരിയുടെ മുമ്പിൽ പോയിരുന്ന് ആ സ്ത്രീക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച്, ആ അമ്മച്ചിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് മിഴുനീരോടെ കരഞ്ഞു പോരാനല്ലാതെ എന്താ പറ്റുക? ചിലപ്പോഴൊക്കെ ആരെടുത്തും പറയാത്ത ചില സ്വകാര്യ ദുഃഖങ്ങളൊക്കെ ഇല്ലേ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ? എത്രയൊക്കെ പേരുണ്ട്, എന്തൊക്കെ എനിക്ക് സ്വന്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഒറ്റപ്പെടലിൻ്റെ ഒരു അവസ്ഥകളൊക്കെ രൂപപ്പെടുന്നില്ലേ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ? ദിവസങ്ങളിൽ ആരോ പറഞ്ഞ പോലെ ഒരു ഗോളിയുടെ ദുഃഖമൊക്കെ എങ്ങനെയാണ്? ഒരു ഗോളി എന്ന് പറഞ്ഞ ഫുട്ബോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. അവന് വേണ്ടി ഒരു രാജ്യം മുഴുവനുണ്ട്. ഇപ്പോൾ ഒരു അർജൻറ്റീന ടീമാണെങ്കിൽ അർജൻറ്റീന ടീമിലത്തെ ആ അർജൻറ്റീന ജനങ്ങൾ മുഴുവൻ ഈ ഗോളിയുടെ കൂടെയുണ്ട്. കുറച്ചും കൂടിയും ക്ലോസ് വന്ന ആരൊക്കെയുണ്ട്? ഈ പറയുന്ന ഗോളിയുടെ കൂടെ 10 പേരുണ്ട്. ആ ടീമിൻ്റെ 10 പേര് സെൻറ്ററായിട്ട് കളിക്കുന്ന ഇത്ര വലിയ ഗോൾ വലയത്തിലേക്ക് ഒരു ബോൾ പോലും വീഴാതിരിക്കുന്ന രീതിയിലേക്ക് വരുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ട്. ഇനി കുറച്ചും കൂടി അടുത്ത് നിന്നവൻ്റെ കൂടെ ആരൊക്കെയുണ്ട്? 4 നല്ല ബാക്കുണ്ട്, ശക്തമായിട്ട് എതിർ ടീം വരുമ്പോൾ അതിനെ മുഴുവൻ താങ്ങായിട്ട് തണലായിട്ട് നിൽക്കാനുള്ള 4 പേരുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പെനാൽറ്റി കിക്ക് വന്നാലോ, ഏതെങ്കിലും ഒരു സമയത്ത് ആരുടെയെങ്കിലും കൈ തട്ടി കഴിഞ്ഞ് വരുന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ ഗോളിയുടെ കൂടെ ആരാളേ? ആരുമില്ല. 2 പോസ്റ്റുകൾക്കിടയിൽ നിന്ന് ഗോളി ഇങ്ങനെ വിങ്ങലോടുകൂടി നിൽക്കേണ്ടി വരും. ഇനി എങ്ങാനും ഗോളിയുടെ കൈമശി പ്രശ്നം കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ അതൊരു ഗോളായിട്ട് മാറിക്കഴിഞ്ഞാലോ ഈ പറയുന്ന അർജൻറ്റീനയുടെ ജനങ്ങൾ മുഴുവൻ ആരുടെ മേലേക്ക് പോവുക? അപ്പോൾ അവൻ ഗോളിയുടെ അടുത്തേക്കല്ലേ? ചെയ്യാത്ത കുറ്റത്തിന് ഗോളി എന്തുമാത്രം വേദന അനുഭവിക്കണേ? ചിലപ്പോഴൊക്കെ ഒരു ഗോളിയുടെ അവസ്ഥകളിലൂടെ ഞാനും നിങ്ങളൊക്കെ പോകുന്നുണ്ട്. ദിവസങ്ങളൊരു പുരോഹിതനെ കണ്ടത്, അച്ഛൻ അങ്ങനെ ആകെ തകർന്നിരിക്കുക, എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഒറ്റപ്പെട്ട ഒരവസ്ഥയിലോട്ട് ഇരിക്കുക. അച്ഛൻ്റെ അടുത്ത് കുറച്ചൊന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറയും, സ്റ്റാഴ്സ ഇത്ര നേരം ഓടിയത് ഈ ഇടവക മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ? ജയിലിൽ പോകുന്ന രീതിയിൽ വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നേ വരെ ഒരു കോടതി മുറിയുടെ മുമ്പിൽ നിന്നിട്ടില്ല. ഈ ഇടവകക്കാർക്ക് വേണ്ടിയിട്ട് കോടതി മുറിയുടെ മുന്നിൽ നിന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതല്ലേ, അല്ലെങ്കിൽ കരഞ്ഞ് ഞാനിങ്ങനെ നിന്നതല്ലേ? എന്നിട്ടും ഈ ഒരു സമയത്ത് എൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരാൾ പോലും ഇല്ലല്ലോ.
വല്ലാത്ത ഒറ്റപ്പെടൽ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു അച്ഛൻ നിൽക്കുക. ഒരു അച്ഛൻ പറയണ കാര്യമുണ്ട്, എന്നാലും ഞാനിതിനെ അതിജീവിക്കുന്നത് സക്രാരിയിൽ പോയിട്ടാന്നൊക്കെ പറയുമ്പോഴും സ്നേഹമുള്ളവർ അറിയണം, ഏതൊക്കെയോ ചില ഏകാന്തതയുടെ ലോകത്ത് നിൽക്കുന്നവർ ഒരുപാട് ജനങ്ങളുണ്ട്. ഈ പറഞ്ഞു വരുന്നത് മുഴുവൻ ഈ പാവം സ്ത്രീയുടെ കഥ പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു 12 വർഷത്തിൻ്റെ വേദനകൾ അവൾ തീർക്കുന്നത് എങ്ങനെയാണ്? അത് ഒരു തരം വിശ്വാസത്തിലൂടെ പോയി സ്വന്തമാക്കുന്ന ഒരു അനുഭവമാണ്. അവിടെയാണ് അത്ഭുതം സംഭവിച്ചതെന്ന് തിരുവചനം പറയുന്നത്. പക്ഷേ എനിക്കും നിങ്ങൾക്കൊക്കെ രൂപപ്പെടുത്താനുള്ള തിരുവചനത്തിൻ്റെ ശക്തമായ ചില അഭിഷേകം സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വചനഭാഗം. ആരൊക്കെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വിശ്വാസത്തോടെ പോയിട്ടുണ്ടോ അവർക്ക് മുഴുവൻ ക്രിസ്തു അത്ഭുതങ്ങളുടെ വലിയ ലോകങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 12 വർഷമായിട്ട് ആരും കാണാതെ ആരോടും പറഞ്ഞിട്ട് സുഖപ്പെടുത്താത്തൊരു കാര്യമാണ് അവസാനം പോയിട്ട് ഈശോയെ എനിക്ക് നിന്നിൽ വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ആൾത്തിരക്കിനിടയിൽ പോയിട്ട് അവൻ്റെ ദേഹത്ത് പോലും തൊട്ടില്ല. മറിച്ച് എന്ത് ചെയ്യണേ, ആ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും എനിക്ക് തൊടാൻ പറ്റുമെന്ന് പറഞ്ഞ് തൊട്ട സമയം തന്നെ അത്ഭുതം നടക്കുമെന്നുള്ളതാണ്. ഈ ഒരു ആ സ്ത്രീയുടെ ഒരു വിശ്വാസം, 12 വർഷമായിട്ടുള്ള ആ രക്തസ്രാവക്കാരി സ്ത്രീയുടെ ഒരു വിശ്വാസത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം എനിക്ക് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റുമോ? സ്നേഹമുള്ളവർ, ഒക്ടോബർ മാസം നമ്മൾ കൊന്തമാസമായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുക. അതിലെ എൻ്റെ വിശ്വാസം എങ്ങനെയാണ്? ഒരു ദിവസം ഒരു കൊന്ത ചെല്ലുന്ന ഒരു നല്ല വ്യക്തിയാണോ ഞാൻ, നല്ലൊരു ക്രിസ്ത്യാനിയാണോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു ദിവസം ഒരു എക്സ്ട്രാ കൊന്ത, കുടുംബത്തോടു കൂടെ ചെല്ലുന്ന കൊന്തയല്ലാതെ പേഴ്സണലായിട്ട് എൻ്റെ അമ്മയിലൂടെ ഈശോയിലേക്ക് വളരുന്ന ഒരു കൊന്ത ചെല്ലാനായിട്ട് എനിക്ക് എൻ്റെ മനസ്സ് തോന്നിയിട്ടുണ്ടോ, എനിക്ക് പറ്റിയിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാലോ എത്ര വലിയ അത്ഭുതങ്ങളാണ് ഈ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നത്. ഈ ദിവസങ്ങളിൽ ശാലോമിൽ ഒരു ലേഖനം വായിച്ചത് ഇങ്ങനെയാണ്, ഒരു നല്ല ഒരു സോൾജിയറുടെ അനുഭവം പങ്കുവെച്ചത്. ഒരു യുദ്ധം നടക്കുന്നതിന് മുമ്പ് എല്ലാവരും ആ സൈനിക ശക്തികൾ മുഴുവനിരുന്ന് പല രീതിയിൽ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇദ്ദേഹം മാത്രം എന്ത് ചെയ്യുക, ഇദ്ദേഹത്തിന് ഒരുങ്ങാനുള്ളത് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന അനുഭവം മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. ഇദ്ദേഹം ശക്തമായിട്ട് മുട്ടുകുത്തി കരം വിരിച്ച് പിടിച്ച് പരിശുദ്ധ അമ്മേ നീ എന്നെ ശക്തിപ്പെടുത്തണേ, ഇവിടെ എവിടെയെ കുഴിബോംബിരിക്കണേന്നോ എവിടെയെ പൊട്ടിത്തെറിക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല, അമ്മ തന്നെ ഇടപെടണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കൂടെ നിൽക്കുന്നവരൊക്കെ കളിയാക്കി, ഇയാൾ എന്തായി കാണിക്കണേ, ഇതൊന്നും അല്ലല്ലോ ഈ സമയത്ത് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കുക. പക്ഷെ അദ്ദേഹം ഇതൊന്നും പറഞ്ഞില്ല. പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവരൊരുമിച്ച് പോവാം. ഒരു ഏറ്റവും സങ്കീർണമായ ഒരു സ്ഥലത്ത് ഇവരെത്തുമ്പോൾ ഇവർക്ക് ആരോഗ്യ ചില സൂചനകൾ കൊടുത്തു. ഇതിൽ ഒരു സ്ഥലത്ത് ബോംബ് ഇരിക്കുന്നുണ്ട്, കുഴി ബോംബ് ഇരിക്കുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിൽ പൊട്ടിത്തെറിക്കാമെന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി കേട്ടിട്ട് ഇവരങ്ങനെ പോകുന്നത്. ഇവരെല്ലായിടത്തേക്കും തിരയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം ആവട്ടെ പരിശുദ്ധ അമ്മ എനിക്ക് കാണിച്ചു തരുന്നു പറഞ്ഞിട്ട് ഈ കൊന്ത ഇങ്ങനെ മുറുക്കി പിടിച്ചിങ്ങനെ ചെല്ലുകൊണ്ടിരിക്കുക. ഈ മുറുക്കി പിടിച്ചുകൊണ്ട് ചെല്ലുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴോ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ കൊന്ത നിലത്തേക്ക് വീഴുക. സ്നേഹമുള്ളവരെ, ആ കൊന്ത വീണ് അത് എടുക്കാനായിട്ട് അദ്ദേഹം നോക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഒരു വലിയ യാഥാർത്ഥ്യം തിരിച്ചറിയണേ. ആ കൊന്ത എവിടെ വീണോ അവിടെ ഈ കുഴിബോംബുകൾ മുഴുവൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുക. 10 മിനിറ്റും കൂടി അത് അവിടെ ഇരുന്നെങ്കിൽ ആ പ്രദേശം മുഴുവൻ തകർച്ച നേരിടുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മ ആ കൊന്ത നിലത്തിട്ട് കാണിച്ചു കൊടുത്തത്. അദ്ദേഹം പറയായിരുന്നു, സ്നേഹമുള്ളവരെ, ഇതല്ലാതെ പരിശുദ്ധ അമ്മയ്ക്ക് ഇടപെടാനായിട്ട് ഒരിക്കലും പറ്റില്ല. ഈ കൊന്ത എൻ്റെ കയ്യിലില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാനതെൻ്റെ കഴുത്തിലിട്ടാൽ പോലും അതൊരു പക്ഷേ എനിക്കതൊരു കൃപയായിട്ട് തീർന്നില്ല. മറിച്ച് എന്ത് ചെയ്തു, ഞാനത് കയ്യിലെടുത്ത് ഈ തോക്കെടുക്കുന്ന അതേ യാഥാർത്ഥ്യത്തോട് കൂടിയിട്ട് ഞാനിതൊരു ആയുധമായിട്ട് കൊന്ത ചെല്ലിയതിൻ്റെ പേരിൽ എന്തുണ്ടായി, എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ ഊർന്ന് വീണേന്ന് പോലും എനിക്കറിയണില്ല. പക്ഷേ വീണപ്പോൾ എന്തായി, അത് പരിശുദ്ധ അമ്മ എനിക്ക് കാണിച്ചിട്ട് ഇതാണ് സ്ഥലം മോനെ, ഇതെടുത്ത് മാറ്റിയെന്ന് പറഞ്ഞിട്ട് അമ്മ പ്രവർത്തിക്കുക. സ്നേഹമുള്ളവരെ, ഇത് ഒരു വിശ്വാസത്തിൻ്റെ വലിയ ഇതല്ലേ, ഏറ്റവും നല്ലൊരു അത്ഭുതമല്ലേ, നമുക്ക് കണ്ടെത്തേണ്ട ഒരു മേഖല എങ്ങനെയല്ലേ. എന്നിട്ട് നമ്മളെങ്ങനെയാണ് ഒരു കൊന്ത ചെല്ലുന്നതിൽ പോലും എത്രമാത്രം കാര്യങ്ങളാണ് ചെയ്യണേ. ഇന്ന് പല രീതിയിലുള്ള കൊന്ത ഇറങ്ങുന്നുണ്ട്, വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ ആഭരണമായിട്ടൊക്കെ നമ്മൾ അണിയുന്നുണ്ട്. പക്ഷേ ഇത് ഒരു ആയുധമായിട്ട് എനിക്ക് മാറുന്നുണ്ട്. ഇത് വിശ്വാസത്തിൻ്റെ ആയുധമായിട്ട് എനിക്ക് നിങ്ങൾക്ക് മാറണം. എൻ്റെ ജീവിതം ഇന്നു മുതൽ ഒന്ന് ക്രമപ്പെടുത്തി തുടങ്ങണ്ടേ. ചെന്നിട്ടില്ലെങ്കിൽ ഇനി ആ ഈശോയുടെ അടുത്തേക്ക് പോയിട്ട് അവനൊന്ന് തൊടുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിലേക്കൊക്കെ ഒന്ന് പോകണ്ടേ. സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും സുന്ദരമായ അവസ്ഥ എന്നുള്ളത് ചില സ്പർശനങ്ങളല്ലേ. ഇനി മുതൽ ഞാൻ സ്പർശിക്കേണ്ടത് എൻ്റെ ഈശോയാന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരണം. ഈശോയെ സ്പർശിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, അത് സൗഖ്യത്തിൻ്റെ അനുഭവമായിട്ട് തീരുക. അവനെക്കുറിച്ച് പറയണില്ല, അവൻ്റെ വാക്ക് സ്പർശിച്ചപ്പോൾ എന്തായി തീർന്നു, അവൻ്റെ ഒരു നോട്ടം എന്തായിട്ട് തീർന്നു, അവിടെ സൗഖ്യം കിട്ടിയെന്നാണ് പറയണേ. പത്രോസ്ലീഹയുടെ നിഴൽ വീണപ്പോൾ സൗഖ്യം കിട്ടിയെന്നാണ് പറയണേ. ഇനിയാണെങ്കിൽ ഇനി ഞാൻ എൻ്റെ ഈശോനെ തൊടുമ്പോൾ ഈശോ എന്നെ തൊടുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, എന്നിൽ സൗഖ്യത്തിൻ്റെ പുതിയ പുതിയ മേഖലകൾ ഉണ്ടാവുക. ഈ വചന വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനേകർക്ക് അത്ഭുതങ്ങൾ ഈശോ ഇതിലൂടെയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ആർക്കാ അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുക? ഈശോയുടെ കഴിവല്ലേ, ഈശോ പ്രവർത്തിക്കുന്നതല്ലേ, അത്ഭുതങ്ങളുടെ ഒരു വലിയ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകണതല്ലേ. സ്നേഹമുള്ളവരെ, ഓർത്ത് നമുക്ക് ഇത്രയേ പ്രാർത്ഥിക്കേണ്ടതുള്ളൂ. ഈശോനെ തൊടുന്നവരാകാനായിട്ട് പരിശ്രമിക്കാം.
പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മളുടെ തൊടലുകളും മുഴുവൻ അതും വേറെ ഏതോ രീതിയിലേക്ക് മാറിപ്പോവുക. ഞാൻ തൊടുന്നത് എങ്ങനെയാണ്? ഞാൻ തൊടുമ്പോൾ അത് മുറിവുകൾ മാത്രമായിട്ട് തീരുക. ഞാൻ തൊടുന്നത് മറ്റുള്ളവർക്ക് മറ്റേതോ രീതിയിലേക്കൊക്കെ മാറിപ്പോകുന്ന തൊടലുകളായിട്ട് തീരുന്നുണ്ടെങ്കിൽ, ശരീരവുമായി ബന്ധപ്പെട്ട പാപങ്ങളിലേക്കാണ് എൻ്റെ സ്പർശനങ്ങൾ പോകുന്നതെങ്കിൽ, സ്നേഹമുള്ളവരെ, അതിനെ ഒന്ന് ക്രമപ്പെടുത്താനായിട്ട് പറ്റുമോ? ദിവസങ്ങളിൽ ചില പെൺകുട്ടികളൊക്കെ വന്ന് പറയുന്നുണ്ട്, അച്ഛാ വിവാഹത്തിന് മുൻപ് തന്നെ എൻ്റെ കന്യാത്വമൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ. എത്ര സിമ്പിളായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് പറയണം. ഒരു ചമ്മലും ഇല്ലാതെ വിവാഹത്തിന് മുമ്പുള്ള ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോയതിനെക്കുറിച്ചുള്ള വേവലാതിയോ സങ്കടങ്ങളോ ഇല്ലാതെ പോകുന്നത്. ചില സ്പർശനങ്ങളുടെ പ്രശ്നമല്ലേ? ഇന്നു മുതൽ എൻ്റെ തൊടൽ ഈശോയുടെ പോലെ ആവണം, അത് സൗഖ്യം കൊടുക്കുന്ന തൊടലാവണം. ഈ ദിവസങ്ങളിൽ ഒരു അച്ഛൻ എന്നെ സ്പർശിച്ചത് എനിക്ക് വളരെ സന്തോഷം തോന്നുക. അതായത് ഒരു കമ്മ്യൂണിറ്റിയിലിരുന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുക, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്കെന്തോ ആ ഗ്രൂപ്പിലിരുന്ന് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ നിശബ്ദമായിട്ട് ഇങ്ങനെ നിൽക്കുക. വളരെ സങ്കടം തോന്നുന്ന അവസ്ഥകളിലൂടെ അവരെന്നെ കളിയാക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ ഗ്രൂപ്പ് മുഴുവൻ ആകെ എന്തൊക്കെയോ പോലെ. പക്ഷേ അവിടെ ഇരിക്കുന്ന ഒരു അച്ഛന് മനസ്സിലായി എൻ്റെ ഹൃദയം. ബാക്കി എല്ലാവരും സംസാരിക്കുമ്പോൾ ഞാൻ നിശബ്ദനായിരുന്നപ്പോൾ അച്ഛൻ എന്ത് ചെയ്യാമെന്നറിയോ? ഞാൻ അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ ഇവിടെ വെച്ചപ്പോൾ അച്ഛൻ എൻ്റെ ഇവിടെ ഒന്ന് തൊടുക, ഇവിടെ തൊട്ടിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി പിടിക്കണുള്ളൂ. സ്നേഹമുള്ളവരെ, ഈശോ തൊട്ട ഒരു പ്രതീതി എനിക്ക് ആ സമയത്ത് കിട്ടുക. അവരൊക്കെ എനിക്കെതിരാകുമ്പോഴും അച്ഛൻ ഇങ്ങനെ അതിന് ശേഷം ഇങ്ങനെ തൊട്ടിട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക, ഒന്ന് കണ്ണടയ്ക്കുക. സ്നേഹമുള്ളവർ, ആ ഒരു തൊടൽ കിട്ടിയപ്പോൾ മതി, ഞാൻ എൻ്റെ ഈശോ തൊട്ട പോലത്തെ ഒരു അനുഭവം ഇനി വേണം ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട്. സ്നേഹം കൊണ്ട് ഒന്ന് തൊടുവോ ആരുടെയെങ്കിലും ഹൃദയത്തിലേക്ക്? വാക്കുകൊണ്ട് ആരുടെയെങ്കിലും ഹൃദയത്തിലേക്ക് തൊടുവോ? അത് കണ്ടെത്താൻ നമുക്ക് പറ്റട്ടെ. ഇനി അവസാനം ആ ഈശോയെ കൂടി ധ്യാനിച്ച് നമ്മുടെ വിചാരങ്ങൾ അവസാനിപ്പിക്കുക. 3 ലെവൽ കഴിഞ്ഞ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? അത് ക്രിസ്തുവിനെ കൂടി നമ്മളൊന്ന് ധ്യാനിച്ചെടുക്കണ്ടേ? ഈ വിചാരങ്ങൾ മുഴുവൻ എത്തേണ്ടത് എവിടേക്കാണ്? അത് ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? ക്രിസ്തുവിനോളം ഈ കാണുന്ന കാര്യങ്ങളെയൊക്കെ ഇത്ര ചൈതന്യവൽക്കരിച്ചത് വേറെ ആരാളുള്ളത്? അവൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? വളരെ ജാഗ്രതയോടുകൂടെ ജീവിച്ചു എന്നുള്ളതാണ് ഈ സുവിശേഷത്തിൽ ക്രിസ്തുവിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത്രയധികം ആൾക്കാരുടെ ഇടയിൽ ക്രിസ്തു ആ സ്ത്രീയെ എങ്ങനെ തിരിച്ചറിയണേ? അത് അവൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു ജാഗ്രതയുടെ പേരല്ലേ? ഓരോ മനുഷ്യനും ഇന്നു മുതൽ ഈ ക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോൾ ചില ജാഗ്രതയുടെ ലോകം, വലിയ ലോകം സൂക്ഷിക്കാനായിട്ട് പറ്റണം. ശ്രദ്ധയോടെ ജീവിക്കാനായിട്ട് പറ്റണം. ഒരുപക്ഷെ അത്ര ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് ജിതു കൃഷ്ണമൂർത്തി എന്നുള്ളത്. ഒരു ഇന്ത്യൻ ഫിലോസഫർ എന്ന് പറയാവുന്ന ജിതു കൃഷ്ണമൂർത്തി. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, സൈലൻറ്റ് ഒബ്സർവർ ആയിട്ട് ജീവിക്കാൻ പറ്റുക. സൈലൻറ്റ് ഒബ്സർവർ, കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കാണുന്ന രീതിയിലേക്ക് ഒന്ന് വ്യത്യസ്തതയോടെ നോക്കിക്കാണാൻ പറ്റുമോ? ഞാൻ പറയണതിന് കാര്യം, ഒരു മഴപ്പെയ്ത്തിന് ശേഷം ഈ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്? എത്ര വിത്തുകൾ പതുക്കെ തളിരിലകളായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ജീവജാലങ്ങൾക്ക് അതൊരു പുത്തൻ ഉണർവായിട്ട് തീരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഒരു മഴപ്പെയ്ത്തിനെ പോലും ഒന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു സാധ്യതയായിട്ട് തീരാനായിട്ട് നമുക്ക് പറ്റണം. ക്രിസ്തു കണ്ടെത്തിയതുപോലെ ഈ ഒരു ജാഗ്രതയോടെ ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും പറ്റട്ടെ. എ സൈലൻറ്റ് ഒബ്സർവറായിട്ട് ജീവിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.